അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഏറ്റവും ബഹുമാനമുള്ള നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നായകന്മാരായ സയ്യിദ് സഹൽ തങ്ങൾ, ഉബൈദ് തങ്ങൾ, അൻവർ തങ്ങൾ തുടങ്ങി ഉള്ള സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, ജിദ്ദ ഇസ്ലാമിക് സെൻ്ററിൻ്റെ സ്ഥിരം പഠിതാക്കളും അനുഭാവികളുമായ പ്രവർത്തകരെ, നാം ഏതൊരു ആദർശ പ്രസ്ഥാനത്തിൻ്റെ ഭാഗധേയമായാണോ ഇവിടെ ഇരുന്നത്, അതിൻ്റെ നായകന്മാരിൽ ഓരോരുത്തരായി ഇടയ്ക്കിടെ അടുത്തിടെയായി നമ്മോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത തറവാട്ടിലെ ഓരോ കാരണവന്മാരും പടിയിറങ്ങിപ്പോവുകയാണ്. വേർപാടുകൾ ഒരുപാട് ലോകത്ത് സംഭവിക്കാറുണ്ട്. വേർപാടുകളൊക്കെ വലിയ ദുഃഖങ്ങളും സങ്കടങ്ങളും നമുക്ക് നൽകിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മിനിഞ്ഞാന്ന് വൈകുന്നേരവും രാത്രിയോടുകൂടി സംഭവിച്ചതും അതാണ്. മഹാനായ കോയക്കുട്ടി ഉസ്താദിൻ്റെ വേർപാട്, തൊട്ടുപിറകെ സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹുമ തആല ആമീൻ, അവരുടെയൊക്കെ വേർപാടുകളുടെ വ്യഥ കേരളീയ സുന്നി മുസ്ലിം അത് മനസ്സിൽ നിന്ന് മായുന്നതിന് മുമ്പ് അതിന് പകരക്കാരനായി നമുക്ക് നിശ്ചയിച്ച മുഹഖിഖുൽ ഉലമ എന്ന് ആത്മീയ നായകൻ പേരുവെച്ച ഗുരുവര്യർ നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പരതിയാൽ കാണാം ഒരായത്ത്, ഒരു ആശയമുള്ള രണ്ട് സ്ഥലങ്ങളിൽ ഒരായത്ത് ഒരേ രീതിയിലുള്ള ആയത്ത് പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുർ റഅദിലും സൂറത്തുൽ അംബിയായിലും ആവർത്തിച്ചു വരുന്ന ഒരു ആയത്തിന്റെ വ്യത്യസ്ത രൂപങ്ങൾ അതിൽ കാണാം. അവലം യറൂ അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹ, അതുപോലെ അഫലാ യറൗന അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹ. ഇവിടെ ഈ അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹ എന്ന് പറയുന്നതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിറുകളൊക്കെ ചർച്ചകൾക്ക് വിധേയമാക്കുന്നുണ്ട്. അവിടെ പറയുന്നത് അന്നാനത്തിൽ അർള, ഭൂമിയെ നാം ആക്കിക്കൊണ്ടുവരുന്നത് അവർ കാണുന്നില്ലേ? നൻഖുസുഹാ മിൻ അത്റാഫിഹ, അതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ചുരുക്കിക്കൊണ്ടുവരുന്നതിനെ അവർ കാണുന്നില്ലേ എന്ന് ഒരു ചോദ്യം ഖുർആൻ ഉന്നയിക്കുന്നുണ്ട്. ആ ആയത്തിന് വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ തഫ്സീർ തബരി പോലെയുള്ള തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് അവിടെയുള്ള സമറത്ത്, അവിടെയുള്ള ഫലങ്ങൾ, അവിടെയുള്ള ഹൈറാത്തുകളൊക്കെ ചുരുങ്ങിപ്പോവുക എന്നാണ്. അതിനെ വീണ്ടും വ്യാഖ്യാനിച്ച് പറയുന്നത് ഫിഖ്ഹിന്റെ ഉലമാക്കളും പണ്ഡിതന്മാരായ ഉലമാക്കളും ഖുർആനിന്റെ പണ്ഡിതന്മാരുമൊക്കെ മരിച്ചു പോവുകയാണ് എന്നാണ് അതിനെ വിവക്ഷിച്ചുകൊണ്ട് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് തന്നെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഈ പറഞ്ഞ ആ ഒരു ഭൂമിയുടെ ഖറാബുഹാ ബിമൗതി ഉലമായിഹാ വഫുഖായിഹാ വഅഹ്ലിൽ ഖൈരി മിൻഹാ, ആ ഭൂമിയിൽ നിന്നുള്ള നന്മയുടെ ആളുകൾ, ഖൈറിന്റെ വാക്താക്കൾ, ഫിഖ്ഹിന്റെ ഉലമാക്കൾ, മറ്റു പണ്ഡിതന്മാരൊക്കെ വിട പറഞ്ഞു പോവുക എന്നുള്ളതാണ്. അഥവാ മൗത്തുൽ ഉലമ,
സത്യത്തിൽ പകരക്കാരെയൊക്കെ ഇങ്ങനെ നിശ്ചയിച്ചു വരുന്നുണ്ടെങ്കിലും ഓരോരുത്തരായി വിട പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ മനസ്സുകളിൽ നിന്ന് ഓരോ മുറിവുകളും അറിയുന്നതിന് മുമ്പ് മായുന്നതിന് മുമ്പ് നമ്മുടെ നേതാക്കന്മാർ ഓരോരുത്തരായി വിട പറഞ്ഞു പോകുന്നു. ബഹുമാനപ്പെട്ട ശൈഖുന കുമരമുത്തൂർ മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ മഹാനവറുകൾ വലിയ മനക്കരുത്തിന്റെ ഉടമയായിരുന്നു, ദൃഢനിശ്ചയങ്ങളുടെ ഉടമയായിരുന്നു, അഗാധ പാണ്ഡിത്യത്തിന്റെ ഉടമയായിരുന്നു, ജീവിത വിശുദ്ധയുടെ ആൾരൂപമായിരുന്നു, വിനയത്തിന്റെ ഒരു ചിത്രീകരണമായിരുന്നു. ഇതൊക്കെ മലയാള ഭാഷയിൽ ഇങ്ങനെ വെറുതെ അങ്ങ് പറഞ്ഞു പോകുന്ന വചനങ്ങളല്ലെന്ന്, അടുത്തിടപഴകാനും കൂടി നടക്കാനും ഒന്നിച്ച് സഞ്ചരിക്കാനുമൊക്കെ അവസരമുണ്ടായി എന്ന ഒരു എളിയ ശിഷ്യനല്ലാത്ത ശിഷ്യനും എൻ്റെ ഗുരുവല്ലാത്ത ഗുരുവുമായ ബഹുമാനപ്പെട്ട ഉസ്താദിനെ കുറിച്ച് ഞാൻ പറഞ്ഞു പോവുകയാണ്. തദ്രീസും തർബിയത്തും തഅല്ലുമും തഅലീമും നൽകിയിട്ട് എനിക്ക് എൻ്റെ ഉസ്താദല്ല. പക്ഷേ എൻ്റെ ഉസ്താദുമാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മഹാനായ എൻ്റെ ഗുരുവര്യനാണ് ബഹുമാനപ്പെട്ട ശൈഖുന കുമരമുത്തൂർ മുഹമ്മദ് മുസ്ലിയാർ. അതുപോലെ ശിഷ്യത്വം എന്ന അർത്ഥത്തിൽ ഒരു സനദോ തഹ്സീലോ ഒരു ദർസിലോ അവിടുത്തെ ഉമ്മറപ്പടിയിൽ ഞാൻ പോയിരുന്നിട്ടില്ലെങ്കിലും ശിഷ്യത്വം സ്വീകരിക്കാത്ത അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലെ ഒരു പ്രിയപ്പെട്ട എളിയ ഒരു ശിഷ്യനാണ് ഈ സാധുവായ. അതിലൊക്കെ ഞാൻ മനസ്സുകൊണ്ട് എപ്പോഴും അഭിമാനം കൊള്ളാറുണ്ട്. പലപ്പോഴും സരസമായി ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി പലതും സമ്മാനിക്കാറുണ്ട്. അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഊർജവും ആത്മനിർവൃതിയും കൊണ്ടാണ് ജിദ്ദ ഇസ്ലാമിക് സെന്റർ എന്നല്ല എൻ്റെ ജീവിതത്തിലെ സംഘടനാ സംവിധാനങ്ങളിൽ ദീനി ദൈവത്തിൻ്റെ രംഗങ്ങളിൽ പ്രവർത്തനങ്ങളിലൊക്കെ എനിക്ക് ഊർജം പകരുന്നത് എന്ന് ഞാൻ ഈ ഹൃദ്യമായ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ മുമ്പിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഉസ്താദ് വലിയ അഗാധ പാണ്ഡിത്യമുള്ള വ്യക്തിത്വമാണ്. 1942 ജനിച്ച് അദ്ദേഹത്തിൻ്റെ ബാല്യകാലവും ശൈശവവും ഒക്കെ കഴിഞ്ഞ് ദർസി പഠനത്തിന് പോകുന്നത് പിന്നീട് ഭാര്യാപിതാവാൻ വിധിക്കപ്പെട്ട മഹാനായൊരു ഗുരുവിൻ്റെ മുമ്പിലാണ്. അവിടെ നിന്ന് പഠനം കിതാബുകളുടെ പ്രധാന കിതാബുകൾ മുഴുവനും 2 ഘട്ടങ്ങളിലായിട്ട് തഹ്ഖീഖാക്കുന്നത് അവിടെ വെച്ചാണ്. ഈ ഗുരുവിൻ്റെ അകത്തുള്ള അകക്കാമ് മനസ്സിലാക്കിയ ഈ ശിഷ്യന്റെ അകത്തുള്ള അകക്കാമ് മനസ്സിലാക്കിയ ഗുരു ഉസ്താദ് തൻ്റെ പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. സത്യത്തിൽ ഉസ്താദിൻ്റെ ഉയർച്ചയുടെ പടവുകളുടെ തുടക്കം അവിടെ മുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു സമ്മാനത്തോടുകൂടി ആ ഒരു വിജ്ഞാനം പങ്കുവെക്കുന്നതിനോടുകൂടി ഭൗതികവും ആത്മീയവും സംയോജിപ്പിച്ചുകൊണ്ട് ഉസ്താദ് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ആ പ്രയാണം തുടരുന്നു. ഉസ്താദ് പിന്നീട് വ്യത്യസ്ത ദർസുകളിൽ ഒരുപാട് പഠിച്ചിട്ടില്ലെങ്കിലും ഏതാനും എണ്ണപ്പെട്ട ദർസുകളിൽ പഠിച്ചതിന് ശേഷം പിന്നീട് ആദ്യത്തെ ദക്ഷിണ കേരളത്തിലെ തെന്നിന്ത്യയിലെ ഏറ്റവും തല ഉയർപ്പുള്ള പ്രധാനവുമായ ദീനീ കലാലയമായ ജാമിയ നൂരിയ എന്ന് പറയുന്ന സംവിധാനം വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ബാച്ചിലെ ഒരു പ്രധാന വിദ്യാർത്ഥി കൂടിയാണ് ഉസ്താദ്. അതിലെ സഹപാഠികളായ ഒരുപാട് ആളുകൾ ഉസ്താദ് തന്നെ പറയുന്നുണ്ട്. പ്രഗത്ഭരും പ്രശസ്തരുമായ അറിയപ്പെട്ട ഒരുപാട് ഉസ്താദുമാർ അദ്ദേഹത്തിൻ്റെ സഹപാഠികളായിരുന്നു. എനിക്ക് ദർസ് ചൊല്ലിത്തന്ന എൻ്റെ ഒരു പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ശരീക്കായിരുന്നു. ആ ഒരു ബന്ധവും കൂടി നേരത്തെ ഉസ്താദുമായി ഉണ്ടായി എന്നുള്ളത് എനിക്ക് സന്തോഷം പകരുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ഉസ്താദിൻ്റെ ആ പടയോട്ടം, ആ ഒരു വൈജ്ഞാനിക മുന്നേറ്റം അതിങ്ങനെ നടന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പിന്നീട് ഞാൻ വളരെ ചുരുക്കി പെട്ടെന്ന് പറഞ്ഞ് നമ്മുടെ സമയത്തിൻ്റെ ലാഭിക്കാൻ വേണ്ടി പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫിഖ്ഹിലെ അവഗാഹവും മറ്റുമൊക്കെ മനസ്സിലാക്കി മുഷാവറയിലേക്കും കേന്ദ്ര മുഷാവറാംഗവും പിന്നീട് ഫിഖ്ഹിൻ്റെ അഥവാ നമ്മുടെ ഫിഖ് കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള ഫത്വ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ആളുമൊക്കെ ആയിട്ട് ഉസ്താദ് കടന്നു വരുന്നു. ജാമിയ നൂരിയയിൽ ചെന്ന് എത്തിപ്പെട്ടതോടുകൂടി ഷംസുൽ ഉലമ എന്ന് പറയുന്ന വിശ്വവിഖ്യാത പണ്ഡിതന്റെ ശിഷ്യത്വം സ്വീകരിക്കാനുള്ള സൗഭാഗ്യവും ഉസ്താദിന് ലഭിക്കുന്നു. കോട്ടുമല ഉസ്താദിൻ്റെയും താഴക്കോട് കുഞ്ഞലി മുസ്ലിയാരുടെയും ശിഷ്യത്വം സ്വീകരിച്ച ഉസ്താദ് പിന്നീടും തൻ്റെ മുന്നോട്ടുള്ള പ്രയാണം തുടരുകയാണ്. ആ കാലയളവിൽ പുറത്താരും അറിയാതെ, സത്യത്തിൽ ഈ അടുത്തിടെയായി
നമ്മുടെ ദർശനാചാര്യനോടുള്ള ഒരു അഭിമുഖത്തിൽ ഉസ്താദ് തുറന്ന് പറയുമ്പോഴല്ലാതെ മാലോകരറിയാത്ത ഒരു സ്വകാര്യ രഹസ്യം ഉസ്താദിനുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഷേഖുന കണ്യാല അബ്ദുള്ള ഹാജി മൗല അവറുകളോടുള്ള ആത്മീയ ബന്ധം നേരത്തെ ഉസ്താദിനുണ്ടായിരുന്നു എന്നുള്ളത് ആ ചാനലിനോട് പങ്കുവെക്കുമ്പോഴാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉസ്താദിനോട് പറയുമ്പോൾ പോലും കൂടിയും സംസാരിക്കുമ്പോഴൊക്കെ ഉസ്താദ് അതൊക്കെ ചെറിയ ലാഘവത്തോടെ അങ്ങനെ ഒരു മൈൻഡ് ചെയ്യാതെ വിട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെയും തൊട്ടടുത്തുള്ള പട്ടിക്കാട് 18 താമസിക്കുന്ന കണ്യാല മൗലയോട് ഉസ്താദിനോട് അഗാധ വിട്ടുമാറാൻ പറ്റാത്ത ഒരു ബന്ധം, ആത്മീയ ബന്ധം ഉസ്താദിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ആ ബന്ധം അത് മൂർച്ഛിച്ച് എത്രത്തോളം എത്തിയെന്ന് വെച്ചാൽ പാടത്തക്കായിലെ മൗലയുടെ ഒരു മൗലിദ് രചിക്കാൻ വേണ്ടി ഉസ്താദിനെ ഏൽപ്പിക്കുകയാണ്. ഉസ്താദിനെ ഏൽപ്പിച്ച് ഉസ്താദ് അത് തയ്യാർ ചെയ്ത് അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ പാടത്തക്കായി മക്ബറയിലേക്ക് ബഹുമാനപ്പെട്ട അബ്ദുള്ള ഹാജി കൂട്ടിക്കൊണ്ട് പോയി അവിടെ വെച്ച് ആ മൗലിദ് പാരായണം നടത്തി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന സംഗതിയൊക്കെ ഉസ്താദ് പറയുമ്പോഴാണ് ലോകമറിയുന്നത്. പക്ഷേ ആ ഇടക്കാലത്ത് കണ്യാല അബ്ദുള്ള ഹാജി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുമരംപുത്തൂരിൽ മണ്ണാറക്കാട് പ്രദേശത്ത് കുമരംപുത്തൂരിൽ ഒരു മുസ്ലിയാരുണ്ട്, ആ മുസ്ലിയാരെ നിങ്ങൾ പേടിക്കണം എന്ന് ബഹുമാനപ്പെട്ട കണ്യാല അബ്ദുള്ള ഹാജി ബഹുമാനപ്പെട്ട ഷെയ്ഖുന കുമരംപുത്തൂർ മുഹമ്മദ് മുസ്ലിയാരെക്കുറിച്ച് വളരെ സനദ് മുത്തസിലായ റിപ്പോർട്ട് സഹിതം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു അഭിപ്രായം കണ്യാല മൗല പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അണമുറിയാത്ത ബന്ധവും വലിയ ആത്മബന്ധവും അദ്ദേഹവുമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, അത് പറയാനാണ് ഞാനിത് പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം തഹ്ഖീഖുള്ള ഒരു പണ്ഡിതനാണ്, ഒരു ആലിം മുഹഖിഖാണ് എന്ന് പേര് പറഞ്ഞത് ബഹുമാനപ്പെട്ട കണ്യാല മൗലയാണ് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ പേരാണ് പിന്നീട് ശിഷ്യഗണങ്ങൾ മുഹഖിഖുൽ ഉലമ എന്ന പേരിൽ ഇന്ന് ലോകത്ത് പറയപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ആരാണ് പേര് വിളിച്ചത്, ആരെയാണ് വിളിക്കപ്പെട്ടത്, വിളിക്കുന്ന നാവും വിളിക്കപ്പെടുന്ന ആളുമൊക്കെയുള്ള മഹത്വവും ഔന്നിത്യവും മേന്മയുമൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയരെ, അങ്ങനെ ഉസ്താദ് സംഘടനാ രംഗത്തുള്ള ഉയർച്ച, കോയക്കുട്ടി ഉസ്താദിന് പ്രസിഡന്റായിട്ട് നിയോഗിക്കുന്നതോടൊപ്പം ഉപാധ്യക്ഷനായിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷനായിട്ട് ഉസ്താദിന് സ്ഥാനലബ്ധി ലഭിക്കുകയാണ്. ആ സമയത്തൊക്കെയും വളരെ വിനയവും താഴ്മയും വളരെ ലാളിത്യവുമാണ് ഉസ്താദിനുള്ളത്. ഈ രാവിലെ മുഷാവറ കഴിഞ്ഞ് ഉസ്താദ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉപാധ്യക്ഷനായിട്ട് വന്ന അന്ന് രാത്രി എൻ്റെ വ്യക്തിപരമായ ചെറിയൊരു അനുഭവം, വീട്ടിലേക്ക് ചെന്നപ്പോൾ ഉസ്താദ് ജനറൽ സെക്രട്ടറിയായി നിലകൊള്ളുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ചെറിയ ഹാദിം എന്ന നിലക്ക് നിരന്തരം ഉസ്താദിനോട് ബന്ധപ്പെടാൻ എനിക്ക് അവസരമുണ്ടാവാറുണ്ട്. അങ്ങനെ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു ഒപ്പുശേഖരണാർത്ഥം ഞങ്ങൾ വീട്ടിലേക്ക് ചെന്നപ്പോൾ അന്ന് രാവിലെയുള്ള ഒരു ശനിയാഴ്ച ദിവസം, അന്ന് രാവിലെയുള്ള പ്രഖ്യാപനത്തിലാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഉപാധ്യക്ഷനായിട്ടുള്ളത്. അന്ന് ഉസ്താദിനോട് തമാശ രൂപത്തിൽ നമുക്കൊക്കെ കിട്ടാവുന്ന ചെറിയ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമുക്ക് ലഭ്യമാവുന്ന ഒരു പിതാവിൻ്റെ മുമ്പിൽ, അതല്ലെങ്കിൽ ഒരു രക്ഷിതാവിൻ്റെ മുമ്പിൽ, ഒരു വിദ്യാർത്ഥിയല്ലാത്ത വിദ്യാർത്ഥി ഒരു അധ്യാപകന്റെ മുമ്പിൽ ഒക്കെ കിട്ടുന്ന ചെറിയ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ചില പൊടിക്കൈകളും ചില തമാശകളും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. കാരണം ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുമ്പോൾ അതിൽ സ്കൂളുകളുണ്ട്, ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം, മറ്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളൊക്കെ നടത്തുന്ന ഒരു സംവിധാനം, വലിയൊരു സംവിധാനം നടത്തിക്കൊണ്ടു പോകുമ്പോൾ ഇത്തരത്തിലുള്ള ആധ്യാത്മിക ചിന്ത മാത്രം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന ഹൈബത്തും വഖാറത്തുമുള്ള ഒരു പണ്ഡിതന്റെ മുമ്പിൽ ചെന്ന് ഒരുപക്ഷെ എല്ലാ കാര്യവും തുറന്ന് പറഞ്ഞ് സാധിച്ചെടുക്കാൻ ചില പൊടിക്കൈകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ചില തമാശകളൊക്കെ പറയാറും ഉപയോഗിക്കാറുമുണ്ട്. ഉസ്താദിനതറിയാം, അവനത് പറയുന്നത് ഇന്നതിനാണെന്ന് എനിക്കറിയാം, അവനത് പറയുന്നത് ഇന്നതിനാണെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ അവനിപ്പോൾ കടന്നു വരുന്നത് വരെ എന്തിനാണെന്ന് എനിക്കറിയാം എന്നൊക്കെ മൂപ്പർക്ക് അകക്കാഴ്ച കൊണ്ടതൊക്കെ അറിഞ്ഞിട്ടും അത് വേണ്ടതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ തീർത്തും അത് ഒപ്പിടേണ്ടിടത്ത് ഒപ്പിടുകയും അനുവദിക്കേണ്ടത് അനുവദിക്കുകയും അത് നിങ്ങളൊക്കെ ചെയ്തോളി, സൂക്ഷിച്ച് ചെയ്താൽ മതി എന്ന അർത്ഥത്തിൽ സമ്മതം മൂളുന്ന ഒരവസ്ഥ അപ്പോഴും ആ സൂക്ഷ്മത കൈവിടാതെ മൂപ്പര് പിടിക്കാറുണ്ട്. അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഇന്ന്
കട്ടൻ ചായ മാത്രം കിട്ടിയാൽ പോരാ, അതിന് കൂടെ എന്തെങ്കിലുമൊക്കെ വേണം, ഒരു ഉപാധ്യക്ഷനൊക്കെ ആയതല്ലേ സമസ്തയുടെ എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ആ മുഖം ഒരു എളിയ, നമ്മൾ ചെന്ന് ഇരുന്ന് തിരിച്ചു പോരുന്നത് വരെയുള്ള ഒരു പ്രകൃതം എന്ന് പറഞ്ഞാൽ ഒരു എളിയൊരു പുഞ്ചിരി, അത് മായാതെ നിലനിർത്താൻ ഉസ്താദ് ശ്രമിക്കും. നിങ്ങളൊക്കെ അനുഭവത്തിലുണ്ടാവാം. എത്ര ഗാംഭീര്യമുള്ള വ്യക്തിത്വമാണ്, വലിയ ഹൈബത്തും വക്കാറത്തുമുള്ള ആളാണ്. ജാമിയയുടെ വരാന്തയിലെ കസേലയിൽ ഇരുന്നാൽ ഒരു വിദ്യാർത്ഥിക്ക് ആ വരാന്തയിലൂടെ ഇങ്ങനെ ആ ഗ്രൗണ്ടിലൂടെ നടക്കാൻ പേടിയാണ്. അപ്പോൾ അവരവരെ വേഷവിധാനത്തെക്കുറിച്ച് ചിന്തിക്കും, നടത്തത്തെക്കുറിച്ച് ആലോചിക്കും. ഉസ്താദ് കാണുന്നുണ്ടോ പഴയ കാലത്ത് ശംസുൽ ഉലമ അദ്ദേഹത്തിന്റെ റൂമിലിരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ശിഷ്യന്മാർ ജാമിയാനൂരുടെ ക്യാമ്പസിനകത്ത് കഴിഞ്ഞുകൂടിയുന്നത് പോലെ ആ ഒരു പ്രതീതി ഉണ്ടാക്കുന്ന ഒരവസ്ഥ ജാമിയയിൽ പിന്നീട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശൈഖുന കുമരംപുത്തൂർ മുഹമ്മദ് മുസ്ലിയാർ ആ വരാന്തയിലെ കസേലയിലിരിക്കുമ്പോഴാണെന്നുള്ള വസ്തുത ഇന്ന് ജാമിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇവിടെ നിന്ന് ഈ അദ്ദേഹത്തിന്റെ കാലഘട്ടങ്ങളിൽ ഇറങ്ങിപ്പോയ ശിഷ്യന്മാർക്കും അറിയാം. അങ്ങനെ അത്രയൊക്കെ ഗാംഭീര്യവും വക്കാറത്തും ഒക്കെ ഉള്ള ആള് നമ്മൾ പോയിരുന്ന് സലാം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പോരുന്നവരാരോ ആവട്ടെ, അത് സാധാരണക്കാരനാവട്ടെ, പണ്ഡിതനാവട്ടെ, രാഷ്ട്രീയക്കാരാവട്ടെ, മന്ത്രിമാരാവട്ടെ, ആരോ ആവട്ടെ, പോയിരുന്നാൽ ഒരു ചെറിയ പുഞ്ചിരി തൻ്റെ മുഖത്തുനിന്ന് വിടാതെ അദ്ദേഹം സൂക്ഷിക്കും. അതിനിടയിൽ എന്തെങ്കിലും ഇസ്ലാമിൻ്റെ ശറയിനെതിരായ ഒരു വിഷയം അവിടെ ചർച്ചയിലോ മറ്റോ ഉതിർന്നു വന്നാൽ, അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ അഭിപ്രായപ്പെട്ടാൽ പെട്ടെന്ന് മുഖം ചുവക്കുകയും അത് പാടില്ല, അത് ശരിയല്ല, അതങ്ങനെയല്ല എന്ന് പറയാൻ ഒരാളെയും ഭയപ്പെടാതെ തൻ്റെ ഹിമ്മത്തും തൻ്റെ ധൈര്യവും മനക്കരുത്തും അത് വിലമതിക്കുന്നതായിരുന്നു. അത് പണ്ഡിത ലോകത്ത് മാതൃകാപരമായ ഒരവസ്ഥ ഉസ്താദിനുണ്ടായിരുന്നു എന്ന് നമ്മൾ ഈ സമയത്ത് പങ്കുവെക്കേണ്ടതുണ്ട്. അങ്ങനെ അപ്പോൾ ആ തമാശ പറഞ്ഞപ്പോൾ കസേരയിലേക്ക് ഇങ്ങനെ ചായയിരുന്നിട്ട് പറഞ്ഞു, അതൊക്കെ അത് ഞാൻ പിന്നീട് പ്രസിഡന്റായപ്പോൾ പറഞ്ഞ പദം നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ വായിച്ചെടുക്കാൻ സാധിക്കും. അതേ വാക്ക് അന്ന് പറയുകയുണ്ടായി. നമ്മളൊന്നും അതിനൊന്നും ഒന്നുമല്ലല്ലോ, അതൊക്കെ ഉസ്താദന്മാരുടെ ഒരു പൊരുത്തമാണെന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാണ് ഉപാധ്യക്ഷനായിട്ട് ഏറ്റപ്പോൾ ഒരു നേർക്കുനേരെ സംഭാഷണത്തിൽ പറഞ്ഞത്. തൊട്ടുപിറ്റേ ദിവസങ്ങളിലായി പാലക്കാട് ജില്ലയിൽ ഉസ്താദിന് ഉപാധ്യക്ഷനായി എന്ന അർത്ഥത്തിലൊരു സ്വീകരണം സുന്നി സമൂഹം നൽകിയപ്പോൾ അതിൽ അദ്ദേഹം വളരെ കുറഞ്ഞ വാക്കിൽ 5 മിനിറ്റോ 8 മിനിറ്റോ നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ആണയിട്ട് പറഞ്ഞത്, വിദ്യാർത്ഥികളെ നിങ്ങൾ ഗുരുത്തക്കേട് സമ്പാദിക്കാതിരിക്കാൻ സൂക്ഷിക്കണം, ഗുരുത്തക്കേട് വന്നു പോകുന്നത് സൂക്ഷിക്കണം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതിനൊന്നും അർഹനല്ല. ഒരു പക്ഷേ ഇവിടെയൊക്കെ ഞാൻ എത്തിപ്പെട്ടത് എൻ്റെ ഗുരുക്കന്മാരായ ശംസുൽ ഉലമയെ പോലെ, കോട്ടുമല ഉസ്താദിനെ പോലെ, താഴക്കോട് കുഞ്ഞലൈ മുസ്ലിയാരെ പോലെയുള്ള ആ മഹൽ വ്യക്തിത്വങ്ങളുടെയൊക്കെ ഗുരുത്വം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ എത്തിപ്പെട്ടത് എന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. ഈ സ്വീകരണമൊന്നും എനിക്ക് സ്വീകരണമല്ല, എൻ്റെ റബ്ബ് ഇത് സ്വീകരിക്കണം, അവിടെ ചെല്ലുമ്പോൾ എന്നെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞ് കണ്ണു നിറഞ്ഞാണ് ഉസ്താദ് ചെർപ്പളശ്ശേരി സിറ്റിയിലുള്ള ഒരു ഓഡിറ്റോറിയത്തിലെ വിശാലമായ ഓഡിറ്റോറിയത്തിൽ നടന്ന ഒരു സ്വീകരണ സമ്മേളനത്തിൽ ഉസ്താദ് സമൂഹത്തോട് അഭിസംബോധന ചെയ്ത് അപ്പോഴൊക്കെയും ആ വിനയവും ആ ഒരു താഴ്മയും അദ്ദേഹം നിലനിർത്തി പോകുന്നുള്ളതാണ്. അതുപോലെ അധ്യക്ഷനായി ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ വിടവോടുകൂടി അധ്യക്ഷനായി ഏറ്റെടുത്ത സന്ദർഭത്തിലും അദ്ദേഹം പറഞ്ഞ വാക്ക് വളരെ വ്യക്തമായി നമ്മുടെ ലേഖനങ്ങളിലും മറ്റുമൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊന്നിനും അർഹനായത് കൊണ്ടല്ല ഇതൊന്നും, ഗുരുത്തക്കേട് വരുമോ എന്നാണ് പേടി. കാരണം വലിയ വലിയ മഹാന്മാരിരുന്ന സ്ഥലമാണിത്. സമസ്തയുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന പദവി അത്തരത്തിലുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നത് അവരൊക്കെ ഇരുന്ന കസേലിരിക്കാൻ മാത്രം ഞാൻ ഇല്ല എന്നുള്ള ആ വിനയമാണ്. ഒരു മനുഷ്യനെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ ലോകത്തിന് മാതൃകയായി നിൽക്കുന്ന ഒരു ആധ്യാത്മിക പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ പ്രഥമ പുരുഷനായിട്ട് തിരഞ്ഞെടുക്കാൻ മാത്രം ഉയർന്നത് എന്നുള്ളതാണ്. ഇതിലൊക്കെ വിദ്യാർത്ഥികളായവർക്ക്, പണ്ഡിതന്മാരായ ആളുകൾക്ക്, ദീനീ പ്രവർത്തകരായ ആളുകൾക്ക്, സാമൂഹ്യ പ്രവർത്തകരായ ആളുകൾക്ക്, സംഘബോധം സംഘടനാബോധമുള്ള നമുക്കൊക്കെ വലിയ മാതൃകയുണ്ട്. എപ്പോഴും വിനയം കൈവിടാതെ സൂക്ഷിക്കണം. നമ്മളൊക്കെ വിനയം എന്ന് പറയുന്നത് അത് ഒരു സൗന്ദര്യ വാക്കുകളായി മാത്രം ഉപയോഗപ്പെടുത്താതെ അതൊക്കെ ജീവിതത്തിൽ ആവാഹിച്ചെടുക്കാനുള്ള സന്ദർഭങ്ങളും മുഹൂർത്തങ്ങളുമായിട്ട് ഉപയോഗപ്പെടുത്തണം. ഞാൻ നിർത്തുന്നു. ഇനി ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. ഉസ്താദിൻ്റെ ദർസിനോടുള്ള താല്പര്യം മരിക്കുന്ന സമയത്ത് പോലും, മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥ വരെ ഞാനിങ്ങോട്ട് പോരുന്ന സന്ദർഭത്തിൽ തച്ചമ്പാറ ഹോസ്പിറ്റലിൽ ഉസ്താദ് വളരെ അവശരായിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഡോക്ടർമാർ കൊടുക്കണം കൊടുത്തോളൂ നിർത്തണം.
ബാങ്ക് കൊടുക്കണ്ടോ?